പഞ്ചായത്ത് കഴിഞ്ഞ 2 വർഷമായി വലിയ വികസന മുരടിപ്പിലും ഭരണസ്തംഭനത്തിലുമാണ്. കഴിഞ്ഞ 2 വർഷക്കാലത്തെ പദ്ധതി തുക പൂർണ്ണമായും ചെലവഴിച്ചില്ല എന്ന് മാത്രമല്ല, 2 വർഷം കൊണ്ട് 15,32,41,421 രൂപ ഈ പഞ്ചായത്തിൽ വികസനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കേണ്ട തുകയാണ് നഷ്ടപ്പെട്ടത്. 2023-24 വർഷം മൊത്തം പദ്ധതിയുടെ അടങ്കൽ തുക എന്ന് പറയുന്നത് 14,22,34,539 രൂപയായിരുന്നു. അതിൽ ആകെ ചെലവഴിച്ചത് എന്ന് പറയുന്നത് 5,32,56,547 ആണ്. 2024-25 വന്നപ്പോൾ അടങ്കൽ തുക മൊത്തം പദ്ധതി തുക എന്ന് പറയുന്നത് 14,44,02,135. അതിൽ 1,38,706 രൂപയാണ് ചെലവഴിച്ചത്. രണ്ടും കൂടി കണക്കാക്കുമ്പോൾ ആണ് 15,32,41,421 രൂപ ഈ പഞ്ചായത്തിൽ ചെലവഴിക്കേണ്ട വികസന കാര്യങ്ങൾക്ക് ചെലവഴിക്കേണ്ടത് നഷ്ടപ്പെട്ടു പോയത്. ഇതിൽ റോഡിന് തന്നെ 4,23,58,368 രൂപയുണ്ട്. വിവിധ റോഡുകളുടെ സ്ഥിതി കഴിഞ്ഞ കാലങ്ങളിൽ വളരെ മോശമായി കിടന്ന റോഡുകളാണ്. അത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും പുതിയ റോഡുകൾ എടുക്കുന്നതിനും വേണ്ടി ചെലവാക്കേണ്ട തുകയായിരുന്നു. ആ തുക നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, യാതൊന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറി കഴിഞ്ഞു. ഇപ്പോൾ പുതിയ പദ്ധതി വന്നു. പുതിയ പദ്ധതി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വർഷം തെരഞ്ഞെടുപ്പ് വർഷം സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളുടെയും പദ്ധതിക്ക് അനുമതി വാങ്ങി അവർ പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെ ഈ ദിവസം വരെ അതിൻ്റെ പദ്ധതി അനുമതി വാങ്ങാനോ അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനോ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖകരമായ പ്രതിഷേധാർഹമായിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. ഇതൊന്നും ഭരണകക്ഷിക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകുന്നതല്ല. ഈ കേരളത്തിൽ ഇതുപോലെ ഒരു പഞ്ചായത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പ്രയാസമായിരിക്കും. 945 പഞ്ചായത്തുകളിൽ മുഴുവൻ പഞ്ചായത്തുകളിലും പദ്ധതി അംഗീകാരം വാങ്ങി പദ്ധതി നടപ്പിൽ വരുത്തുമ്പോൾ ഇത്തവണത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സർക്കാരാണെങ്കിൽ പദ്ധതി തുക വളരെ നേരത്തെ തന്നെ പഞ്ചായത്തുകൾക്ക് കൊടുത്തു. പക്ഷേ അതിവിടെ വിനിയോഗം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, പഞ്ചായത്തിനകത്തുള്ള 2 ഗ്രൂപ്പുകൾ ആയി നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ പരസ്പരം പോരാടുന്ന സ്ഥിതിയാണ് ഇന്ന് പഞ്ചായത്തിലുള്ളത്. ഇനി അതുമാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ഉപയോഗിക്കുന്നൊരു പഞ്ചായത്തിൻ്റെ വാഹനമുണ്ട്. ഞാൻ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴെല്ലാം ഞങ്ങളെല്ലാം വളരെ ചെറിയ തുകയാണ് ഡീസലിന് വേണ്ടി ചെലവഴിക്കുക. എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾക്കല്ലാതെ വാഹനം ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6-7 മാസക്കാലമായി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നതിന് ശേഷം, ബിബീഷ് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നതിന് ശേഷം എല്ലാ മാസവും ഡീസലിൻ്റെ ചെലവ് എന്ന് പറയുന്നത് 26,000-ന് മുകളിലാണ്. ഒരു വാഹനത്തിൻ്റെയാണ്. അത് അമിതമായ വാഹന ഉപയോഗം സ്വന്തം വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം ആ വാഹനം ഉപയോഗിക്കുകയാണ്. ഇതിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി ഇപ്പോൾ അന്വേഷണത്തിലാണ്. ഞങ്ങളുടെ LC സെക്രട്ടറിയുടെ മൊഴി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്നെടുത്തു. എൻ്റെ മൊഴി എടുക്കാനായി അവർ തയ്യാറായി നിൽക്കുക. അപ്പോൾ വലിയ തോതിൽ പഞ്ചായത്തിൻ്റെ വാഹനം ദുരുപയോഗം ചെയ്യുന്നു. പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾക്കല്ലാതെ പഞ്ചായത്തിൻ്റെ വാഹനം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ചട്ടം. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് ഇതിൻ്റെ എല്ലാം ബില്ല് വരേണ്ടത്. ഇത്രയും വലിയ തുക ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിക്കില്ല എന്ന് കാണുമ്പോൾ നേരെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ കൊണ്ടുവരിക. അവരുടെ 9 പേരുടെ അംഗബലം വെച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് നടത്തി ബില്ല് പാസ്സാക്കുന്ന സ്ഥിതിയാണ് ഇന്ന് പഞ്ചായത്തിനകത്തുള്ളത്. മാത്രമല്ല, 1000-ലധികം അപേക്ഷകൾ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി, വിവിധ കെട്ടിട നിർമ്മാണത്തിൻ്റെ അനുമതിക്ക് വേണ്ടി, അതുപോലെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി
വിവിധ പരാതികൾ എല്ലാം 1500-1500 പരാതികൾ ഇന്ന് പഞ്ചായത്തിനകത്ത് കെട്ടിക്കിടക്കുന്നുണ്ട്. പലവട്ടം ഞങ്ങൾ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് പറഞ്ഞു ഈ വിഷയങ്ങളാകെ. അതൊന്നും കേട്ട മട്ടില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ആ പരാതികളെല്ലാം അങ്ങനെ തന്നെ അവിടെ കെട്ടിയടക്കി വയ്ക്കുന്നതല്ലാതെ യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള സ്ഥിതി. മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളാണ്. ഗവൺമെൻറ് ആശുപത്രിയുടെ സ്ഥിതി എന്തായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ കാലത്തെല്ലാം 100-300 പാവപ്പെട്ട രോഗികൾ അവിടെ വന്ന് ചികിത്സ തേടിയിരുന്ന സ്ഥാനത്ത് നിന്ന് 10-25 ആളുകളായി ചുരുങ്ങി. അവിടെ ഒരു ലാബ് പ്രവർത്തിക്കുന്നത് 10 മണി കഴിഞ്ഞാൽ ലാബ് പ്രവർത്തിക്കില്ല. ഒരു പ്രധാനപ്പെട്ട ഡോക്ടറാണെങ്കിൽ 1-2 രോഗികളെ കണ്ടതിന് ശേഷം അവർ മറ്റ് 2 ഡോക്ടർമാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടും. ഈ വിഷയം ഞാൻ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറഞ്ഞു. അവരെ പഞ്ചായത്തിൻ്റെ കീഴിലാണ് സർക്കാർ ആശുപത്രി എന്നുള്ളത് കൊണ്ട് ആ ഡോക്ടറെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിളിച്ച് അതിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് 6 മാസത്തിലധികമായി. ഇതുവരെ അതിന് പരിഹാരമില്ല. അതൊന്നും അവർക്ക് ബാധകമല്ല എന്നുള്ള നിലയാണ്. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാഹനങ്ങളുടെ ദുരുപയോഗം, വിഷു, ഈസ്റ്റർ, അതുപോലെ ക്രിസ്തുമസ്, ഓണം പോലെയുള്ള ദിവസങ്ങളിലെല്ലാം ലോഗ് ബുക്ക് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ദിവസങ്ങളിലെല്ലാം സർക്കാർ വാഹനം ഉപയോഗിച്ച് സർക്കാരിൻ്റെ ഓഫീസുകൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് പോയി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ കൃത്രിമമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പഞ്ചായത്തിൽ യാതൊന്നും നടക്കാത്ത സ്ഥിതിയിലേക്കാണ് ഇത്. പലവട്ടം ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിഷയങ്ങളാകെ കൊണ്ടുവന്നു. ഇത് പലവട്ടം കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് ഞങ്ങൾ നടത്തി, പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നു. ഇതൊന്നും പരിഹാരമില്ലാതെ കോൺഗ്രസിൻ്റെ ഇതിന് ഈ പഞ്ചായത്തിനകത്ത് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണെങ്കിൽ ഇതെല്ലാം ഒന്നും കണ്ടില്ലെന്ന് നടിച്ച് ഞങ്ങളെ കുറ്റം പറഞ്ഞു പോകുന്ന സ്ഥിതിയാണുള്ളത്. ഇത് നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അതിനെതിരെയാണ് ഈ കോൺഗ്രസിൻ്റെ ഈ ഭരണ സ്തംഭനത്തിനെതിരെയാണ് ഞങ്ങളുടെ നാളെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങ് ചാനൽ ചർച്ചയിലെല്ലാം വരുന്ന അറിയാം നിങ്ങൾക്ക്. അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ നാടിൻ്റെ പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ നാളെ പഞ്ചായത്തിന് മുൻപിലേക്ക്, കോരിച്ചൊരിയുന്ന മഴയാണെങ്കിൽ പോലും ആ മഴയെ വകവയ്ക്കാതെ തന്നെയാണ് ഞങ്ങൾ നാളെ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ മുന്നിൽ ആ പ്രതിഷേധ സമരം അഡ്വക്കേറ്റ് അരുൺകുമാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പാർട്ടിയുടെ നേതാക്കന്മാർ സമരത്തിലുണ്ടാകും. സമരത്തിൽ നിങ്ങളുടെ മീഡിയ അടക്കമുള്ള ആളുകളുടെ സഹായം ഉണ്ടാകണം. ഈ നാടിൻ്റെ ഒരു പൊതുവായ വിഷയമാണ്. മാത്രമല്ല, നിങ്ങൾക്കറിയാം, ഈ മൂക്കന്നൂർ ഏഴാറ്റുമുഖ റോഡ് പണി ആരംഭിച്ചിട്ട് 5 വർഷമായി. ഇതുവരെ ഈ കേരളത്തിൽ ഇങ്ങനൊരു റോഡ് ഉണ്ടാവില്ല. പലപ്പോഴും നിങ്ങളിപ്പോൾ ഇപ്പം നല്ല കോരിച്ചെറിയുന്ന മഴയത്താണല്ലോ നിങ്ങൾ വന്നേക്കണേ. ഈ റോട്ടിൽ നോക്കിയറിയാം, ഒരു തുള്ളി വെള്ളം ഈ കാനയിലൂടെ പോകുന്നില്ല. ആളുകൾക്ക് നടക്കാൻ കഴിയുന്നില്ല. പല സ്ഥലത്തും വലിയ ഗർത്തങ്ങളുണ്ടായിരിക്കുന്നു. കാനകൾ പൂർത്തീകരിച്ചിട്ടില്ല, അതിന് സ്ലാബിട്ടിട്ടില്ല. പണി പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ ആ വിഷയമടക്കം ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ കരാറുകാരെയും ഉദ്യോഗസ്ഥരെയും വിളിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അതിന് തയ്യാറാകാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് ഈ പഞ്ചായത്തിലുള്ളത്. അത് കോൺഗ്രസ് വരുത്തി വെച്ചതാണ് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.